അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് എന്നറിയാം. നിങ്ങളുടെ 4-ാം ഭാവത്തിലൂടെയും 5-ാം ഭാവത്തിലൂടെയും ഇനി വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. ആയതിനാൽ 4-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള മാതാ സുഹൃത് മാതുലഭാഗിനിയോ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം അംബ ശയനഞ്ച വൃദ്ധി പശ്വാധികം ജന്മഗ്രഹം ചതുർത്ഥാൽ എന്നാണ്. മാതാവ്, ബന്ധുക്കള്, അമ്മാവൻ, മരുമകൻ, കൃഷിഭൂമി, സുഖം, വാഹനം, ഇരിപ്പിടം, ലാളിത്യം, ജലം, ശയനോപകരണങ്ങൾ, അഭിവൃദ്ധി, പശു മുതലായ നാൽക്കാലികൾ, ജനിച്ച വീട് എന്നിവയൊക്കെ 4-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായും അമ്മയെയും വീടും വാഹനവും ഒക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് 4-ാം ഭാവം. 4-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്തില് അമ്മയ്ക്ക് വളരെ സൗഖ്യമുണ്ടാവും. രോഗങ്ങളൊക്കെ അലട്ടുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു ശമനമുണ്ടാവുന്ന കാലമാണ്. പുതിയ വീട് വെക്കുവാനും പുതിയ വാഹനം വാങ്ങിക്കുവാനും ഒക്കെ വളരെ അനുകൂലമായ സമയമാണ്. മാത്രമല്ല, വീട് കൊണ്ടോ വാഹനം കൊണ്ടോ എന്തെങ്കിലും നേട്ടമുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പശു മുതലായ നാൽക്കാലികൾക്കൊക്കെ വളരെ സൗഖ്യമുണ്ടാവും. അവയെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. കൃഷിഭൂമി, അതുവഴി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ജലം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകും. ശയനം മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ട് സുഖമായി ഉറങ്ങുവാനൊക്കെ കഴിയുന്നതാണ്. നാൽക്കാലികൾക്കും ജനിച്ച വീടിനും ഒക്കെ വളരെ അനുകൂലമായ സമയമാണ്. 4-ാം ഭാവത്തെക്കൊണ്ട് കുടുംബക്ഷേത്രത്തെയും കുടുംബദേവതയും ഒക്കെ ചിന്തിക്കേണ്ട ഭാവമാണ്. ആയതിനാൽ കുടുംബക്ഷേത്ര ദർശനം നടത്തി ദേവതയ്ക്ക് ഇഷ്ട വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ 5-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രജ്ഞ, പ്രതിഭാമേധ, വിവേകശക്തി, പുരാതനം പുണ്യം, മന്ത്രാമാദ്യതനൂജ, പഞ്ചമഭ, സൗമനസ്യം അഭിചിന്യം എന്നാണ്. പ്രധാനമായും കുട്ടികളുടെ ഭാവമാണ് 5-ാം ഭാവം. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാവും. മാത്രമല്ല, മനസ്സിന്റെയും ബുദ്ധിയുടെയും വിവിധ ഭാവങ്ങളെ ചിന്തിക്കേണ്ടത് 5-ാം ഭാവത്തെ കൊണ്ടാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് വിവേകപൂർവം കാര്യങ്ങൾ ആലോചിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുവാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഈ ഫലങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ അനുഭവത്തിൽ വരുന്നതിനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തി മഹാവിഷ്ണുവിങ്കൽ ഭാഗ്യസൂക്താർച്ചന, പുരുഷ സൂക്താർച്ചന എന്നിവയൊക്കെ വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ്.